സമയം രാവിലെ 5:30. ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് പാർക്കിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ പോകുന്നത് ഖലീജ് ടൈംസിൻ്റെ ഡ്രൈവിനാണ്. 4x4 നേഷൻ UAE ഇത്തവണ ഖലീജ് ടൈംസിൻ്റെ ഡ്രൈവിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തവണ ഞങ്ങൾ രണ്ടുപേരും പോകുന്നുണ്ട്. അതിനുവേണ്ടി ഇറങ്ങിയതാണ്. വെൽക്കം ടു ട്രാവൽ മാനിയാക്. ഇപ്പോൾ കുറച്ചായിട്ട് വലിയ വീഡിയോകളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് ഖലീജ് ടൈംസിൻ്റെ ഒരു ഡ്രൈവ് തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇടാമെന്ന് വിചാരിച്ചു. കുറച്ചായിട്ട് ഞാൻ ഷോർട്ട് വീഡിയോകൾ മാത്രമാണ് ഇടാറ്. സാധാരണ ഗൾഫ് ന്യൂസിൻ്റെ ഡ്രൈവും അങ്ങനത്തെ ഡ്രൈവുകളൊക്കെ 4x4 നേഷൻ പങ്കെടുക്കാറുണ്ട്. പക്ഷെ ഞാൻ കൂടെ പോകാറില്ല. ഇത്തവണ ഞാൻ വിചാരിച്ചു ഖലീജ് ടൈംസിൻ്റെ ഡ്രൈവിന് ഒരെണ്ണത്തിന് കൂടെ പോയേക്കാം എന്നും. ഇങ്ങനത്തെ ഡ്രൈവുകൾ ലോങ് ഡ്രൈവ്, അതായത് കാലത്ത് തൊട്ട് വൈകിട്ട് വരെ ഉണ്ടാവും, രാത്രിയാവും കഴിഞ്ഞ് വരുമ്പോൾ എന്നൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് പോകാൻ പറ്റാറില്ല. അപ്പോൾ ഇതിപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കുട്ടികളാരും വരുന്നില്ല, അവർക്കൊക്കെ വേറെ പരിപാടികളുണ്ട്, ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി തിരിച്ചെത്തിയാലും ഒരു പ്രശ്നമില്ല, അവരൊക്കെ അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്തോളുന്നുള്ളതുകൊണ്ട് ഞാനും കൂടെ പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് കാലമായിട്ട് നല്ല തിരക്കായിരുന്നു, വേറെ പരിപാടികളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഡ്രൈവ് ഒരു ശരിക്കും ഒരു റിലാക്സേഷനാണ്. പിന്നെ കുറച്ച് ബാക്ക് പെയിനൊക്കെ ഉണ്ട് തണുപ്പ് തുടങ്ങിയപ്പോൾ. അതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ് ഡ്രൈവ്. നല്ല ഡെസേർട്ടിൽ പോയി നന്നായിട്ടൊന്ന് കുത്തിമറിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് പെയിനും ഒക്കെ മാറും. ഇതിപ്പോൾ വലിയ കുത്തിമറിയലും ഒന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. കാരണം പ്രതീക്ഷയല്ല, അങ്ങനെയാണ് വിചാരം. എന്താ വെച്ചാൽ ഇത് ഖലീജ് ടൈംസിൻ്റെയും ഗൾഫ് ന്യൂസിൻ്റെയൊക്കെ ഡ്രൈവ് എന്ന് പറയുമ്പോൾ എല്ലാവരും എക്സ്പേർട്സ് ആയിരിക്കില്ലല്ലോ. പക്ഷേ നല്ല ഡ്രൈവ് ഉണ്ടായിരുന്നു, അത് നമുക്ക് വഴിയെ കാണാം. 4x4 നേഷൻ്റെ ഒരു 11-12 വണ്ടികളുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് തുടങ്ങിയത്. നമ്മൾ ഒരുമിച്ച് പോയത്. അവിടെ ചെന്ന് 7 മണി തൊട്ട് 9 മണി വരെ രജിസ്ട്രേഷനാണെന്ന് പറയുന്നു. 7 മണിക്ക് മുമ്പ് എത്തണം എന്നാണ് നമ്മുടെ പ്ലാനായിരുന്നത്. അതുപോലെ തന്നെ അവിടെ എത്തി. അവിടെ ചെന്നപ്പോൾ അതാ ഇഷ്ടംപോലെ വണ്ടികൾ വന്നിട്ടുണ്ട്. 7 മണിയായപ്പോഴത്തേക്കും ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. അപ്പോൾ ഇത് ഒരു ഡ്യൂൺസ് ക്യാമ്പിങ്സ് ആൻഡ് സഫാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെസേർട്ട് സഫാരിയുടെ ഒരു സ്ഥലത്തു നിന്നാണ്, റാസൽ ഖൈമ എന്നാണ് തുടങ്ങുന്നത്. അവിടെയാണ് നമ്മളുടെ മീറ്റിംഗ് പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെ രജിസ്ട്രേഷൻ കൗണ്ടറും ഒക്കെ ഉണ്ട്. അതിൻ്റെ പുറത്ത് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് പോകണം. അവിടെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ടാഗും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു എൻവലപ്പും ഒക്കെ തരും. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പോകാം. ഇവരാണ് സ്പോൺസേഴ്സ്. 212 ലെജൻഡ് 212 എന്ന് പറഞ്ഞാൽ ഇവരാണ് ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ സ്പോൺസേഴ്സ്. അപ്പോൾ അവർ ലിമിറ്റഡ് എഡീഷൻ വണ്ടികളൊക്കെ കാണാം. അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നൊക്കെ ഫോട്ടോ എടുക്കാം. ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പം സർട്ടിഫിക്കറ്റ് ഇതിന്റെ ഉള്ളില് കൂപ്പൺ ഉണ്ട്, ഫുഡ് പാക്കറ്റ് വാങ്ങിക്കാം. ഇതിന്റെ ഉള്ളില് ഫുഡിന്റെ അവിടുന്ന് എടുത്തോളാം. നമുക്ക് എൻവലപ്പൊക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ടാഗൊക്കെ ഉണ്ട്. പിന്നെ കൈമ ഇടാനുള്ള ഒരു നമ്മളെ തിരിച്ചറിയാൻ അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു ടാഗൊക്കെ തന്നു. അത് ടൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അകത്ത് പോയി കഴിഞ്ഞാൽ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ്, അതാണ് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു സ്റ്റേജിൻ്റെ ചുറ്റുമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം വന്നാൽ അവിടെ എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. വൈകുന്നേരം അല്ല, 5 മണി തൊട്ട് അവിടെ എൻ്റർടൈൻമെൻറ്റ് റീസ്റ്റാർട്ട് ചെയ്യും വൈകിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ചുറ്റിരുന്നിട്ടാണ്. ഇപ്പോൾ അവിടെ ഒന്നുമില്ല, ചുറ്റിരുന്ന് അവിടെ ഒരാൾ വന്നിട്ട് അതിൻ്റെ മെയിൻ മാർഷൽ വന്നിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാത്തരം ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു. ഇന്ത്യനും അറബിക്കും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ എല്ലാതരം ബ്രേക്ക്ഫാസ്റ്റുകളായിട്ടുള്ളതായിരുന്നു. അങ്ങനെ നമ്മളധികം കഴിച്ചില്ല, കാരണം ഡെസേർട്ടിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ആപ്പിൽ നമുക്ക് പിന്നെ ലൊക്കേഷൻസും ഒക്കെ തരും. അങ്ങനെയാണ്. നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ കിട്ടി. ആ കവറിലുണ്ടായിരുന്നു സ്റ്റിക്കറൊക്കെ. നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു വണ്ടിയുമോ. എന്നിട്ട് പിന്നെ നമ്മളൊരു കോൺവോയ് ആയിട്ട് 4x4 നേഷൻകാരൊരു കോൺവോയ് ആയിട്ട് യാത്ര തുടങ്ങാൻ പോവാണ്. എല്ലാവരും അതുപോലെ പലരുമുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഫ്ലാഗും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു കോൺവോയ് ആയിട്ട് നമുക്കത് നമ്മുടെ ആപ്പ് നോക്കിയിട്ട് നമുക്ക് പോയാൽ മതി. ലൊക്കേഷൻസ് നോക്കിയിട്ട് നമുക്ക് പോയാൽ മതി. പിന്നെ അവർ പ്രത്യേക കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർ തരുന്ന ലൊക്കേഷനിൽ മുഴുവൻ പോകണമെന്നില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ തിരിച്ചു വരാം. പിന്നെ ഇടയിൽ മാർഷൽസ്, അവരുടെ മാർഷൽസ് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാം. അല്ലെങ്കിൽ തിരിച്ച് എക്സിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഇവിടേക്ക് തന്നെ വരാം. ഇവിടെ 5 മണി തൊട്ടാണ് അവിടെ ഫുഡും എൻ്റർടൈൻമെൻറ്റ്സും ഒക്കെ ഉണ്ടാവുള്ളൂ. 5 മണിക്ക് മുമ്പ് വന്നാലും വന്ന് കയറിയിരുന്ന് വെറുതെ ഇരിക്കാമായിരിക്കും, അറിയില്ല. അവിടെ വാഷ്റൂമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 9 മണിക്ക്, കറക്റ്റ് 9 മണിക്ക് അവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എല്ലാം സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പതുക്കെ പോയത്. നമ്മൾ ലൊക്കേഷനിൽ നമുക്ക് ഏതാണ്ട് എത്ര നേരം കൊണ്ട് എത്താമെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ രമേശ് ചേട്ടനായിരുന്നു ഞങ്ങളുടെ മാർഷൽ.
ശീതള ഞങ്ങളുടെ സ്വീപ്പായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് യാത്ര പോയി. അതൊരു വലിയ ഡ്രൈവൊന്നും ആയിരുന്നില്ല, ഡ്യൂൺസ് ഒന്നും കാര്യമായിട്ടില്ല. അതായത് ആർക്കും നോർമലി ഒരുവിധം 4-wheel ഡ്രൈവ് ഉള്ളവർക്കൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് ഓടിക്കാം. എന്നാലും പലയിടത്തും സ്റ്റക്കൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ മാർഷൽസ് വന്നിട്ട് കെട്ടി വലിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ചിലയിടത്തൊക്കെ അങ്ങനെ. അപ്പോൾ വലിയ ഡ്രൈവ് ഇല്ല. പിന്നെ ഡ്യൂൺസ് ഒക്കെ അവിടെയൊക്കെ പുല്ല് പിടിച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ ഡ്യൂൺസിലേക്ക് എടുക്കാനൊന്നും പറ്റില്ല, ഡ്യൂൺസ് ഇല്ല, നല്ല ഓടിക്കാൻ പറ്റിയ ഡ്യൂൺസ് ഇല്ലായിരുന്നു വഴിയിലൊന്നും. അപ്പോൾ ഡ്രൈവേഴ്സൊക്കെ കുറച്ച് നിരാശരായിരുന്നു. പിന്നെ ഉച്ചരിഞ്ഞിട്ടാണ് എല്ലാം നിരാശയൊക്കെ മാറിയത്. കാരണം ഉച്ചരിഞ്ഞിട്ട് പോക്കൊക്കെ മാറി. അവസാനമായപ്പോഴത്തേക്കും കുറച്ച് ഡ്യൂൺസൊക്കെ കിട്ടുകയും ചെയ്തിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ലഞ്ച് ബോക്സ് തന്നിരുന്നു. അപ്പോൾ അതിൽ ലഞ്ചൊക്കെ ഇപ്പോൾ വഴിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് എപ്പോഴാണെന്ന് വെച്ചാൽ ബ്രേക്ക് എടുത്ത് കഴിക്കാം, അങ്ങനെയായിരുന്നു. വലിയ ഡ്യൂൺസ് ഒന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ ഇടയ്ക്ക് മരത്തണലൊക്കെ കാണുമ്പോൾ അവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പതുക്കെയാണ് പോയത്. ഇത് മുഴുവനും, ഈ ഡ്രൈവ് മുഴുവനും ഇങ്ങനെയാവും എന്നുള്ളൊരു വിചാരമായിരുന്നു അപ്പം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഡ്വഞ്ചറസ് ഡ്രൈവ് അല്ല എന്ന്. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഖലീജ് ടൈംസിൻ്റെയൊക്കെ ഡ്രൈവ് അല്ലേ, പലതരം ആൾക്കാരുണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ വഴിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന സ്നാക്സും ഒക്കെ കഴിച്ചിങ്ങനെ റെസ്റ്റ് എടുത്താണ് പോയത്. Training is going on well. No, by police academy. I was there for that Guinness World Record. No.
കാണുന്നില്ല. ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്ന് എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. നമ്മുടെ കയ്യിലുള്ള ലഞ്ച് ബോക്സൊക്കെ തുറന്ന് ഭക്ഷണം കഴിച്ചു. 2 സാൻഡ്വിച്ചും ജ്യൂസും ആപ്പിളും ഒക്കെ ആയിട്ട് നല്ല ഫുഡായിരുന്നു. വെജ് വേണമെങ്കിൽ വെജ് എടുക്കാൻ, നോൺ വെജ് വേണമെങ്കിൽ നോൺ വെജ് എടുക്കാൻ അങ്ങനെയായിരുന്നു. ഫുഡ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വഴിയിൽ ടെമ്പററി വാഷ്റൂംസ് അറേഞ്ച് ചെയ്തിരുന്നു. നല്ല നീറ്റായിട്ടുള്ള വാഷ്റൂംസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വാഷ്റൂമിലും പോകാൻ പറ്റി. അത് ഖലീജ് ടൈംസ് അവർ അറേഞ്ച് ചെയ്തിരുന്ന വഴിയിൽ. ഇതാണ് മൊബൈലിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആപ്പ്. ഇങ്ങനെയാണ് അതിൽ ലൊക്കേഷൻസ് വരുന്നത്. അപ്പോൾ ഇത് വെച്ച് നോക്കിയിട്ട് ഫുൾ ടൈം നെറ്റ് ഓൺ ചെയ്തിട്ട് നമുക്ക് ആപ്പ് വഴി നമുക്ക് ലൊക്കേഷൻസ് അറിയാൻ പറ്റും. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വാദി ഡ്രൈവാണ്. ഇത്രയും നേരം ഡെസേർട്ട് ഡ്രൈവായിരുന്നു. ഡെസേർട്ട് ഡ്രൈവിൻ്റെ അവസാനം കുറച്ച് ട്യൂൺസ് ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇനി വാദി ഡ്രൈവാണ്. അപ്പോൾ വാദി ഡ്രൈവ് ആണെന്ന് കണ്ടപ്പോൾ തന്നെ ശീതളിന് ഭയങ്കര ഇൻട്രസ്റ്റ്. ശീതൾ മാർഷലായെന്ന് പറഞ്ഞു. ശീതൾ മുമ്പിൽ പോയി. രമേശ് ഏട്ടൻ സ്വീപ്പായിട്ട് ബാക്കിലും വന്നു. വാദി ആക്ച്വലി ശീതൾ എപ്പോഴും വാദി ഡ്രൈവിനാണ് പോവാറ്. അങ്ങനെ അപ്പോൾ വാദി ഡ്രൈവ് പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ചിലരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലെ വണ്ടികൾ നമുക്ക് സൈഡിൽ സ്റ്റിക്കർ ഒട്ടിച്ചേക്കണ മനസ്സിലാവില്ല. അവരതിൻ്റെ തുടക്കത്തിൽ തന്നെ എവിടെയൊക്കെ നിൽക്കുന്നതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അവരോട് ചായ കുടിക്കാൻ നിൽക്കുകയാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചു. കുറേ ആൾക്കാർ അവിടെ നിന്ന് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതായത് വാദി ഡ്രൈവ് നല്ല ടഫായിരുന്നു. നല്ല രസമുള്ള ഡ്രൈവായിരുന്നു ആക്ച്വലി. നമ്മൾ ഇതുവരെയും പോവാത്ത ആ ഏരിയയിലൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചാലും ആ എല്ലാ ട്രെയിലും നമ്മൾ പോവാത്ത ട്രെയിലുകളായിരുന്നു. അത് നല്ല അഡ്വഞ്ചറസ് ആയിരുന്നു. അപ്പോൾ വാദി ഡ്രൈവ് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അതൊരു 2:45 തൊട്ട് പിന്നെ 5, 5:30, 6 മണി വരെയൊക്കെ ഇടയിൽ ചായ കുടിക്കാനൊക്കെ നിർത്തിയായിരുന്നു. 5, 6 മണിയൊക്കെ വരെയും വാദി ഡ്രൈവ് തന്നെയായിരുന്നു. വാദി ഡ്രൈവ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടേക്ക് തിരിച്ചെത്തുമ്പോഴത്തേക്കും 7 മണി, 6:45, 7 മണി. അപ്പോൾ 5 മണി തൊട്ട് അവിടെ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് നമുക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. കാരണം കുറേ പേരൊക്കെ തിരിച്ചു പോയി 7 മണിയാകുമ്പോഴത്തേക്ക്. 7 മണിക്ക് ഞങ്ങൾ ചെന്ന് കുറച്ചപ്പോഴാണ് ഡിന്നർ ബുഫേ തുടങ്ങിയത്. അതിന് മുൻപേ തന്നെ ആൾക്കാർ വന്ന് ചിലപ്പോൾ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും, ചായ സ്നാക്സൊക്കെ 5 മണി തൊട്ടാകുമ്പോൾ അവർ പോയിട്ടുണ്ടായിരുന്നു ആൾക്കാർ. അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ഞങ്ങൾ നല്ല സമയത്ത് എത്തിയത്. വഴിയിൽ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചു. ചായ ഉണ്ടാക്കാനായിട്ടൊക്കെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ ഡ്രൈവ് കഴിഞ്ഞ് തിരിച്ചു വന്നത്. അപ്പം വാദി ഡ്രൈവ് നന്നായിട്ട് എൻജോയ് ചെയ്തു. മറ്റേ ഡ്രൈവ് അത്ര അഡ്വഞ്ചറസ് ആയിരുന്നില്ല വെച്ചാലും വാദി നല്ല അഡ്വഞ്ചറസ് ഡ്രൈവായിരുന്നു.
ലോങ് ഡ്രൈവ് നമ്മൾ ചെയ്തിട്ടാണ് കാരണം കണ്ടവർക്കായിരുന്നു. അവിടെ കുറച്ച് വണ്ടികൾ കാണുന്നു. ഒരു വെള്ള അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തിരിച്ചെത്തുമ്പോഴത്തേക്കും രാത്രി 7 മണിയായി. നല്ല ഇരുട്ടായി. ഇപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ടല്ലോ, 6 മണിയാകുമ്പോഴത്തേക്ക് ഇരുട്ടാവുന്നുണ്ട്, വിൻ്റർ തുടങ്ങുന്നതുകൊണ്ട്. അപ്പോൾ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. കുറേ അത്ര കാലത്ത് കണ്ട അത്രയും വണ്ടികളില്ല. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. അവിടെ ചെന്നപ്പോൾ അവിടെ എൻ്റർടൈൻമെൻറ്റ്സ് നേരെ വാഷ്റൂമിലേക്ക് പോയിട്ടാണ് പിന്നെ ഇതിലേക്ക് പോയത്, ഡിന്നറിൻ്റെ അവിടേക്ക് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ നടക്കുകയായിരുന്നു. നല്ല ഡാൻസുകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഗെയിംസ് തുടങ്ങി. ഗെയിംസ് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം ഭക്ഷണം എടുത്തു. എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ, കാലത്തെ പോലെ തന്നെ രാത്രി നല്ല ഡിന്നറായിരുന്നു. എല്ലാ തരത്തിലുള്ള സാധനം ഡിന്നറുകളും ഉണ്ട്. അറബിക്കും ഒക്കെ ഉണ്ട്, ഇന്ത്യനും ബിരിയാണിയും എല്ലാം ഉണ്ടായിരുന്നു. വെജ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും രാത്രി നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. നമ്മൾ പതുക്കെ പോയുള്ളൂ. പിറ്റേ ദിവസം മാളുവിൻ്റെ പിറന്നാളായിരുന്നു. പിറ്റേ ദിവസം കാലത്ത് ഞങ്ങൾ അമ്പലത്തിൽ പോയി തിരിച്ച് വണ്ടി കയറുമ്പോഴാണ് ഓർത്തത്, നമ്മൾ വണ്ടിയുമ്പോഴത്തെ സ്റ്റിക്കർ ഇളക്കിയിട്ടില്ലല്ലോ. ഫൈനൊക്കെ കിട്ടും അങ്ങനെ സ്റ്റിക്കറൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് ആവശ്യം കഴിഞ്ഞല്ലോ. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം കാലത്താണ് ഞങ്ങൾ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞത്. പിറ്റേ ദിവസം അമ്പല ദർശനത്തിന് ശേഷം. ഇത് ബർദുബായിയാണ്. ബർദുബായിലുള്ള പഴയ അമ്പലത്തിൽ തന്നെയാണ് പോയത്. അങ്ങനെ സ്റ്റിക്കറൊക്കെ ഇളക്കി കളഞ്ഞു. അങ്ങനെ ഖലീജ് ട്രാവൽസിൻ്റെ ഡ്രൈവ്, നല്ല രസകരമായ ഒരു ഡ്രൈവ് അറ്റൻഡ് ചെയ്തതിന് സന്തോഷത്തോടു കൂടി ഞങ്ങൾ മടങ്ങി.